ലൈല കൊടുത്ത വള ബാങ്കിൽ പണയം വെക്കാൻ ചെന്നപ്പോൾ ബാങ്കുകാർ പോലീസിനെ ഏൽപ്പിക്കാത്തത് ഭാഗ്യമെന്ന് ചന്ദ്രിക ലൈലയോട് പറയുന്നു. തന്റെ വള മുക്കുബണ്ഡമാണെന്ന് ലൈല മനസ്സിലാക്കുന്നു. മഹേഷ് കുന്നത്തൂർ കോവിലകത്തെത്തുന്നു. നന്ദനയ്ക്കെതിരെ പണി കൊടുക്കാൻ സർക്കാർ നിരോധിച്ച 1 ലക്ഷം രൂപയുടെ കറൻസി എവിടെ നിന്നെങ്കിലും ഒപ്പിച്ചു തരാൻ മഹേഷിനോട് പറയുന്ന കാർത്തിക. പൊങ്ങച്ച വാക്കുകളുമായി കാർത്തികയും പ്രതിഭയും അവിടെ എത്തുന്ന തങ്കപ്പനാശാരി. കാര്യം കാണാൻ പ്രതിഭയെയും കാർത്തികയും പുകഴ്ത്തി പറയുന്ന തങ്കപ്പനാശാരി. ഇനി തുടർന്ന് കാണുക. സാക്ഷാൽ കാളിദാസനാ പറഞ്ഞതുപോലെ 2 ഫ്ലവേഴ്സ് നിൽക്കുമല്ലോ എന്റെ മുമ്പിൽ. കാളിദാസൻ ആരാന്ന് പറയണ്ടല്ലോ. അറിയാം, ജയറാമിന്റെ മോൻ. എനിക്ക് പോവാൻ തുരിശമുള്ളത് കൊണ്ട് മാറ്റിറങ്ങ് പറഞ്ഞേക്കാം. നിങ്ങളത് നന്ദനെ അറിയിക്കണം. ബുദ്ധിമുട്ടില്ലല്ലോ? ഇല്ല. അല്ല, എന്താ നന്ദനെ അറിയിക്കേണ്ടത്? അനിയത്തിയും മാമിയും കേക്കണം. അനിലയുടെ, അതായത് ഇളയ കൊച്ചിന്റെ യാതൊരു കാര്യവും ഇതേവരെ നന്ദന തിരക്കിയിട്ടില്ല. എന്റെ മോൻ രാജേഷ് അനിലെ അന്തസ്സായിട്ടാ നോക്കുന്നത്. അവർക്കൊരു കുഞ്ഞുമായി. ഭാര്യ വീട്ടിൽ നിന്ന് രാജേഷ് എന്തെങ്കിലും പ്രതീക്ഷിക്കുന്നത് തെറ്റുണ്ടോ? അവൻ അതിനുള്ള അർഹതയില്ലയോ? കൊടുക്കാനുള്ള ബാധ്യത അനിലയുടെ വീട്ടുകാർക്കില്ലയോ? അവക്കതിന് അമ്മയുണ്ടല്ലോ നാട്ടില്, പനക്കിലെ സുമിത്രേച്ചി. അവരെന്താ പറഞ്ഞത്? കുറെ തർക്കുത്തരം പറഞ്ഞു. സുമിത്രയ്ക്കാകെ വശമുള്ളത് അതേ ഉള്ളൂ. തറുതലയും തൻപോരുമയും കൊണ്ടേ അടുപ്പത്തരിവേവത്തില്ലെന്ന് നിങ്ങളെ പോലെ വിവരവും വിദ്യാഭ്യാസമുള്ളവർക്ക് അറിഞ്ഞുകൂടായോ? സുമിത്രയ്ക്ക് അതറിയത്തില്ല. നന്ദനയോട് ഞങ്ങൾ എന്താ പറയേണ്ടത്? സുമിത്രയുടെ കൈ കാര്യമായിട്ടൊന്നും ഇല്ലെന്നാ എന്റെ അറിവ്. പിന്നൊരു ചെറുക്കനുണ്ട് പനക്കല്, മനീഷ്. നമ്മുടെ പോക്കറ്റിൽ നിന്ന് അങ്ങോട്ട് ചൂണ്ടാനാ അവന്റെ നോട്ടം. ചുരുക്കത്തിൽ അനിലെ സഹായിക്കാൻ കഴിയുന്ന ഒരാൾ ആരാ? നന്ദന. ഇത്രയും കുവിക്കടിയിൽ പറന്നു വന്തരത്തിരിക്കുന്ന കുന്നത്തൂർ കോവിലകം. ഇവിടുത്തെ ഉദയവർമ്മ തിരുവുൽപ്പാടിന്റെ ഭാര്യയാണ് നന്ദന. സ്വന്തം കൂടപ്പിറപ്പിന് സ്ത്രീധനമായി 1, 2, 5 ലക്ഷം രൂപ കൊടുക്കാൻ നന്ദനയ്ക്ക് വല്ല പ്രയാസവും ഉണ്ടോ? തിരുമുൽപ്പാടിനോട് നന്ദനെ ഒന്ന് സൂചിപ്പിച്ചാ മതി, അപ്പൊ തന്നെ കാശെടുത്തങ്ങ് കൊടുക്കും. അവിടെ അങ്കിളെ പ്രശ്നം. അതെന്താ? നന്ദന ഉദയേട്ടനോട് ഈ കാര്യം പറയില്ല. സ്വന്തം സഹോദരങ്ങളെ സഹായിക്കാനേ ഒട്ടും മനസ്സില്ല അവക്ക്. എന്ന് പറഞ്ഞാ എങ്ങനെ? നന്ദനയ്ക്കൊരു പ്രത്യേക സ്വഭാവമാണ്. ആയിക്കോട്ടെ. താണ്ടേ എന്റെ മോനും ഒരു പ്രത്യേക സ്വഭാവക്കാരനാ. എന്തെങ്കിലും സ്വന്തമാക്കണമെന്ന് ആഗ്രഹിച്ച അത് നേടിയിട്ടേ രാജേഷ് ചുളിയും കൊട്ടൂടിയും താഴെ വെക്കും. അനിലെ കണ്ടവൻ മോഹിച്ചു, കെട്ടിയിട്ടേ അടങ്ങിയുള്ളൂ. ഇനി അവരുടെ വീട്ടിൽ സംതിങ് വേണമെന്ന് അവൻ മോഹിക്കുന്നു, കിട്ടിയിട്ടേ അടങ്ങത്തുള്ളൂ. ദാണ്ടെ നന്ദനയിലാണ് എന്റെ പ്രതീക്ഷ. നന്ദന സഹകരിക്കുന്നില്ലെങ്കിലോ? അനിലെ കൊച്ചിനെയും കൊണ്ട് ഇങ്ങോട്ടിങ്ങ് പോരും. സന്ദർശനത്തിനല്ല, സ്ഥിരമായിട്ട് ഇവിടെ താമസിക്കാൻ. അയ്യോ, അത് ബുദ്ധിമുട്ടാവും. അനിലേക്കല്ല, ഇവിടെ ഉള്ളവർക്ക്. എന്റെ കൊച്ചുമോൻ ലക്ഷ്മണമോനാണെങ്കിൽ മഹാവികൃതിയാ. അവന് ഈ കോവിലകം എടുത്ത് തിരിച്ചു വെക്കും. ഞാൻ പറഞ്ഞു വന്നതിന്റെ സാരം രണ്ടാൾക്കും വ്യക്തമായല്ലോ. ആ നന്ദന വിചാരിച്ചാലേ അനിയത്തിപ്പെണ്ണിന്റെ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാകും. എത്ര രൂപ കൊടുക്കുന്നു എന്നുള്ളത് നന്ദനയുടെ ഇഷ്ടം. തന്റെ തുക കൂടിപ്പോയെന്ന് വെച്ച് എനിക്ക് ഒരു പരാതിയില്ല. അത്ര നന്ദിയില്ലാത്തവരൊന്നും അല്ല ഈ തങ്കപ്പനാചാരി. അപ്പൊ ശരി, നന്ദനെ വിവരം ധരിപ്പിക്കുമല്ലോ. ഗുഡ് ബൈ. ഇപ്പോഴൊന്നും അറിയാട്ടെ. കൊള്ളാലോ. അങ്കിള് വന്ന വിവരം നന്ദനെ അറിയിക്കണ്ടേ? ഓ, ഞാനായിട്ട്
ഞാനായിട്ട് അറിയിച്ചിട്ട് അവൾ അറിഞ്ഞത് തന്നെ. ഈ പാർട്ടിയെ വെച്ച് നന്ദനിക്കൊരു കെണി ഒരുക്കാൻ വഴിയുണ്ടോ എന്ന് ആലോചിക്കണം. ഞാനും ആലോചിക്കാം. കൈനഗിരി തങ്കപ്പൻ ആശാരി നന്ദനെ ഒതുക്കാൻ ഒരു വഴി തുറക്കാതിരിക്കില്ല. ഇവിടെ നിർത്തിയാൽ മതി. ശരി എന്നാ. ഹലോ, ആരെ? കാർത്തികയല്ലേ? ആണെങ്കി യതിയേട്ടനെ ഞാൻ കുറെ ദിവസമായി വിളിക്കുന്നു, കിട്ടുന്നില്ല. ഇപ്പൊ എപ്പോ വിളിച്ചാലും സ്വിച്ച് ഓഫ് ആണെന്ന്. എന്താ യതിയേട്ടന് പറ്റിയത്? അല്ല, നിങ്ങൾക്ക് എന്താ യതിയേട്ടനെ വിളിക്കേണ്ട കാര്യം? കാര്യമുണ്ട്. ചേട്ടനെവിടെ? വിളിക്ക്, വിളിക്ക്, എനിക്ക് കാണണം. അങ്ങനെ ആരെങ്കിലും വന്ന് പറഞ്ഞാൽ വിളിക്കാൻ പറ്റില്ല. ഞാൻ അദ്ദേഹത്തിന്റെ ഭാര്യയാ. ഞാൻ അദ്ദേഹത്തിന്റെ ഭാര്യ ആവേണ്ടിയിരുന്ന ആളാ, സ്റ്റെല്ല. ഓഹോ, നീയാണോ സ്റ്റെല്ല? അപ്പൊ അറിയാ എന്നെ? യതിയേട്ടന്റെ ഫോണിലേക്ക് പലതവണ വിളിച്ചോണ്ടിരിക്കുന്നോളല്ലേ നീ? അറിയാതെ എങ്ങനെയാ? കൂടുതൽ വിശദീകരണം വേണ്ടല്ലോ. യതിയേട്ടനെ കാണാനാ ഞാൻ വന്നത്. കണ്ടിട്ടേ പോകൂ. അതെ. എന്നാ ഇവിടെ നിന്നിട്ട് കാര്യമില്ല. ദുബായിക്ക് പോകേണ്ടി വരും. എവിടെ? യതിയേട്ടൻ ദുബായിക്ക് ജോലി കിട്ടിപ്പോയി. എന്ന്? കൃത്യം ഡേറ്റ് അറിയണോ? കഴിഞ്ഞതിന്റെ മുമ്പിലത്തെ മാസം 12-ാം തീയതി ബുധനാഴ്ച രാവിലെ 4:30-ക്കുള്ള ഫ്ലൈറ്റിന്. എന്താ, മതിയോ? വിവരം അറിഞ്ഞില്ലേ? ഇനി എന്തിനാ നിൽക്കുന്നേ? പോയിക്കൂടെ? അങ്ങനെ അങ്ങ് പോയാൽ ശരിയാവില്ല. അതിനല്ല ഞാൻ വന്നത്. പിന്നെന്താ നിന്റെ ഉദ്ദേശം? ഉദ്ദേശങ്ങൾ പലതുണ്ട്. അതൊന്നും നടക്കില്ലല്ലോ സ്റ്റെല്ലേ. നടക്കുമല്ലോ കാർത്തികേ. വെറുതെ ഒരു നമ്പർ ഇടാൻ വന്നതല്ല ഞാൻ. യതിയേട്ടന്റെ ഭാര്യ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് വരണമെങ്കിൽ അതിനുള്ള ഗട്ട്സ് ഉണ്ടെന്ന് കൂട്ടിക്കോ. എനിക്ക് കുറെ മോഹന വാഗ്ദാനങ്ങൾ തന്നിട്ടുണ്ട് നിങ്ങളുടെ ഭർത്താവ്. നീ എന്റെ ഏട്ടനെ വലവീശി പിടിക്കാൻ നോക്കിയതല്ലേടി? സംഭവം ശരിയാ, വല വീശി. പക്ഷെ ആ വല എന്റെ കയ്യിലല്ല, യതിയേട്ടന്റെ കയ്യിലായിരുന്നു. ദേ, അധികം പ്രസംഗിക്കണ്ട നീ. നിന്നെ പോലുള്ള മേനകമാരുടെ കയ്യിലിരിപ്പ് എന്താന്ന് എനിക്കറിയാം. നിങ്ങളെ പോലുള്ളവരുടെ പിടിപ്പുകേടുകൊണ്ടാ ആണുങ്ങൾ എന്നെ പോലുള്ളവരെ തേടി വരുന്നത്. മതിയടി, യതിയേട്ടൻ ഇവിടെ ഇല്ല. ഉണ്ടെങ്കിലും കാണാൻ ഞാൻ സമ്മതിക്കില്ലായിരുന്നു. പിന്നെ കാർത്തികയുടെ സമ്മതം കൊണ്ടല്ലേ ഞങ്ങൾ തമ്മിൽ അടുത്തത്. എനിക്ക് യതിയേട്ടന്റെ ഗൾഫിലെ നമ്പർ വേണം. തന്നേ. പറ്റില്ല. അതെന്താ തന്നാല്? സൗകര്യമില്ല. ധൈര്യമില്ലെന്ന് പറ. വലിയ മിടുക്കിയല്ലേ? ചുണയുണ്ടെങ്കിൽ നമ്പർ താ. ഇപ്പോ ഇവിടെ വെച്ച് ഞാൻ വിളിക്കാം. ഫോൺ സ്പീക്കറിലിട്ട് കേൾപ്പിക്കാം. ഞങ്ങളുടെ ബന്ധം എന്താണെന്ന് കാർത്തികയ്ക്ക് അപ്പം മനസ്സിലാവും. എന്റെ ചുണയും തന്റെ ഒന്നും നിന്റെ മുമ്പിൽ തെളിയിക്കേണ്ട ആവശ്യമില്ല. മര്യാദയ്ക്ക് സ്ഥലം വിട്. ഇല്ലെങ്കിലോ? മുറ്റം അടിക്കുന്ന ചൂലെടുക്കും ഞാൻ. അത് നല്ല കാര്യമാ. ആ ചൂലും കൊണ്ട് എന്റെ വീട്ടിലോട്ട് വാ. അവിടുത്തെ മാറാൽ അടിച്ചു കളയാം കാർത്തികയ്ക്ക്. ഈ വീരവാദം മുഴക്കുന്ന കാർത്തികയ്ക്ക് അങ്ങനെ ചെയ്യേണ്ടി വരും. ചിലപ്പോ എന്റെ കാല് പിടിക്കേണ്ടി വരും. എടി നീ. അല്ലെങ്കിൽ ഈ വീടിന്റെ ഗേറ്റിൽ ഒരു സത്യാഗ്രഹ പന്തൽ ഉയരും. എന്താന്ന്? ഗർഭ സത്യാഗ്രഹത്തിനുള്ള പന്തൽ. എടി, എടീന്നല്ല എടാന്നാ വിളിക്കേണ്ടത്. നിങ്ങളുടെ ഭർത്താവിനെ യതിയേട്ടനെ വിളിച്ച് വിവരം പറ. സന്തോഷ വാർത്തയല്ലേ? അഭിനന്ദനം അറിയിക്കേ. ദേ, വെറുതെ ഭീഷണിപ്പെടുത്തല്ലേ. വെറുതെയാണോന്ന് ഇനി ഞാൻ വരുമ്പോ അറിയാം. എന്ന് വെച്ചാ ഇനിയും ഞാൻ വരുമെന്ന്.
ആ വരവ് പക്ഷെ ഇങ്ങനെയായിരിക്കില്ല. നീ എന്ത് ചെയ്യുന്ന? പലതും ചെയ്യാനുണ്ട്. സമയമാവുമ്പോ മനസ്സിലാവും. ഇപ്പൊ യതിയേട്ടനെ വിളിച്ച് പറ, നല്ലൊരു തുക സംഘടിപ്പിച്ചു വെക്കാൻ. എനിക്ക് ആവശ്യമുണ്ട്. പിന്നെ എന്റെ അന്വേഷണം അറിയിച്ചേക്ക്. എനിക്കിനി ചേട്ടനെ അന്വേഷിക്കാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. ഇനിയും വരുമ്പോ കാണാം. അതിന് അധികം താമസമില്ല കേട്ടോ. ചതിയൻ. ഇന്ന് അയാളുടെ അന്ത്യം. The mobile you are calling is currently switched off. ഒരു പ്രത്യേകമാണോ? മണമൊക്കെ കൊള്ളാം. മരുന്നിന്റെ വില എത്രയെന്നറിയാമോ? എത്രയായി? 7500 രൂപ. 7500? ശോ. വൈദ്യരെ വില പറഞ്ഞപ്പോഴേ ഇതിലും വലിയ ഞെട്ടലാ ഞാൻ ഞെട്ടിയത്. എന്റെ കയ്യിൽ ആകെ 5000 രൂപ ഉണ്ടായിരുന്നുള്ളൂ. ഒരിക്കലും ഇത്രയും തുക നമ്മൾ പ്രതീക്ഷിക്കുന്നില്ലല്ലോ. എന്നിട്ട് 5000 രൂപയ്ക്ക് തന്നു? എവിടുന്ന് തരാൻ? വീണ്ടും ഞാൻ വീട്ടിൽ പോയി മുഴുവൻ തുകയുമായി തിരിച്ചു വന്ന് കയ്യിൽ ഏൽപ്പിച്ചിട്ടാ സാധനം തന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടിക്ക് ഡീസൽ അടിച്ച വകയില് 1500 രൂപ വേറെ. അങ്ങനെ മൊത്തം 9000 രൂപയുടെ ഉരുപ്പടിയാ കാർത്തികയുടെ കയ്യിൽ ഇരിക്കുന്നത്. അല്ല, അത് ശകലം കടന്നുപോയി. എന്ന് കരുതി മുന്നോട്ട് വെച്ച കാലം പിന്നോട്ടെടുക്കാൻ പറ്റുമോ? നന്ദനെ ഒതുക്കാന്നുള്ളത് നമ്മുടെ ലക്ഷ്യമല്ലേ? അതിനുവേണ്ടി കുറച്ച് പൈസ കളഞ്ഞാലും വേണ്ടില്ലെന്ന് ഞാൻ വിചാരിച്ചു. എന്നാലും 9000 എന്നൊക്കെ പറയുമ്പോ നമ്മളത് ഷെയർ ചെയ്യുമല്ലേ? അപ്പോ 4500 രൂപ വീതല്ലേ ആവുള്ളൂ. എന്നാലും എന്റെ കാർത്തികയെ നഷ്ടം എനിക്കാ. മരുന്നും കൊണ്ട് ഇങ്ങോട്ട് കാറിൽ വന്നതിനും ഡീസൽ അടിച്ചല്ലോ. അല്ല, അത് കണക്കി കൂട്ടില്ലെന്ന് എനിക്കറിയാം. അത്ര ചീപ്പല്ലല്ലോ പ്രതിഭ. ഇങ്ങനൊരു അപൂർവ മരുന്നുണ്ടെന്ന് അന്വേഷിച്ചറിഞ്ഞത് ഞാനാ. അത് മറക്കണ്ട. ശരി ശരി. അല്ല, ഇതിനി എന്താ ചെയ്യേണ്ടെന്ന് പറഞ്ഞില്ല. വൈദ്യരെന്താ പറഞ്ഞത്? ഒരു പ്രത്യേക തരം പച്ചില മരുന്നുകൾ ഉണക്കി പൊടിച്ചുണ്ടാക്കിയ മരുന്നാ. അധികം ചൂടോ തണുപ്പോ ഉള്ള സ്ഥലത്ത് സൂക്ഷിക്കാൻ പാടില്ല. പിന്നെ ദിവസവും ഓരോ സ്പൂൺ മരുന്ന് കഴിക്കണം. അത് പാല് ചേർത്ത് കഴിക്കാനാ പറഞ്ഞത്. ഇനിയിപ്പൊ ചായയിലോ കാപ്പിയിലോ കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. കഴിച്ചാ ഫലം ഉണ്ടാകുമെന്ന് ഉറപ്പാണോ? 100% ഉറപ്പാ. ഈ മരുന്ന് ഉള്ളിൽ ചെന്നാ കുട്ടികൾ ഉണ്ടാവുന്ന പ്രശ്നമേ ഇല്ല. ഗ്യാരണ്ടിയാണാ വൈദ്യര് പറഞ്ഞത്. അല്ലെങ്കിൽ വാങ്ങിച്ച പൈസ തിരിച്ചു തരാന്ന്. അപ്പോ ഉറപ്പുണ്ട്. ഭയങ്കര ശക്തിയുള്ള മരുന്നാന്നേ. കഴിച്ചു തുടങ്ങി ഒരു ദിവസം ആവുമ്പോഴേക്കും എഫക്റ്റ് ഉണ്ടാവും അത്രേ. അപ്പോ നമ്മൾ ഉദ്ദേശിച്ചത് നടക്കും. തീർച്ചയായും നടക്കും. നന്ദന പ്രസവിക്കില്ല. തടസ്സമൊന്നും ഉണ്ടാവരുതേ ഭഗവാനെ. മരുന്നിന് മുടക്കം വരുത്താൻ പാടില്ല. അത് ഞാൻ ഏറ്റു. എന്ത് ചെയ്തിട്ടായാലും ഞാനിത് കഴിപ്പിച്ചിരിക്കും. അതിനുവേണ്ടി പാലല്ല, പാൽപ്പായസം ഉണ്ടാക്കാനും ഈ കാർത്തിക റെഡിയാ. ഈശ്വരാ, ഫലപ്രാപ്തി ഉണ്ടാവണേ. ഈ മരുന്നൊന്ന് ഏൽക്കണേ. നന്ദനയ്ക്ക് ഒരിക്കലും കുട്ടികൾ ഉണ്ടാവരുതേ ഭഗവാനേ. ഞാൻ അദ്ദേഹത്തിന്റെ ഭാര്യ ആവേണ്ടിയിരുന്ന ആളാ സ്റ്റെല്ല. എനിക്ക് കുറെ മോഹന വാഗ്ദാനങ്ങൾ തന്നിട്ടുണ്ട് നിങ്ങളുടെ ഭർത്താവ്. നിങ്ങളെ പോലുള്ളവരുടെ പിടിപ്പുകേടുകൊണ്ടാ ആണുങ്ങൾ എന്നെ പോലുള്ളവരെ തേടി വരുന്നത്. പിന്നെ എന്റെ അന്വേഷണം അറിയിച്ചേക്ക്. എനിക്കിനി ചേട്ടനെ അന്വേഷിക്കാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. യതീന്ദ്രൻ കോളിംഗ് വെച്ചിട്ടുണ്ട് ഞാൻ. ഹലോ യതിയേട്ടാ. കാർത്തികേ, ഇന്നലെ വിളിക്കാൻ പറ്റില്ല, കുറച്ച് തിരക്കായിരുന്നു. ഞാൻ ഊഹിച്ചു. ഇപ്പൊ തിരക്കൊക്കെ മാറിയോ? ഇപ്പൊ കുറച്ച് സമയം ഫ്രീ കിട്ടി, അതാ വിളിച്ചേ. ശരിക്കും യതിയേട്ടന് ദുബായിൽ എന്താ ജോലി? അതെന്താ നീ അങ്ങനെ ചോദിച്ചത്? എക്സ്പോർട്ടിംഗ് ഓഫീസിലാണെന്ന് ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ, അത് നീ മറന്നുപോയോ? വെറുതെ
ഒന്നുകൂടെ ചോദിച്ചതാ. ആ അത് പോട്ടെ. അല്ല, നാട്ടിൽ എന്തൊക്കെയാ വിശേഷങ്ങള്? ഇവിടെ നല്ല വിശേഷങ്ങളാ. ആഹാ, മഴയുണ്ടോ? ഇടിയും മിന്നലും കാറ്റും ഒക്കെ ഉണ്ട്. ആഹാ, മിക്കവാറും അടുത്ത് തന്നെ തകർത്ത് വാരി ഒരു മഴ പെയ്യും. പെയ്യട്ടെ. അതിനുള്ള കോള് കൊണ്ടിട്ടുണ്ട്. അതൊരു പെയ്ത്തായിരിക്കും. ഞാൻ അടുത്തില്ലാത്തതിന്റെ വിഷമം ഉണ്ടായിരിക്കുമല്ലോ നിനക്ക്. വിഷമം ഉണ്ടോന്നോ? ഇപ്പോഴെങ്കിലും എതിയേട്ടൻ അങ്ങനെ തോന്നിയല്ലോ. എനിക്ക് മാത്രമല്ല, ഉദയേട്ടനും നന്ദനയ്ക്കും ഒക്കെ വിഷമമുണ്ട്. ഞങ്ങളുടെ കാര്യം പോട്ടെ, അഡ്ജസ്റ്റ് ചെയ്തല്ലേ പറ്റൂ. ദുബായി പോയ എതിയേട്ടനോട് ഇങ്ങി വരാൻ പറ്റുമോ? സ്റ്റെല്ലയുടെ കാര്യോ കഷ്ടം. എങ്ങനെ സഹിക്കും? ആരുടെ കാര്യമെന്നാ നീ പറഞ്ഞേ? സ്റ്റെല്ല. ഏത് സ്റ്റെല്ല? തപ്പി തടയുന്നു നിങ്ങള്. സ്റ്റെല്ലയെ അറിയില്ല എതിയേട്ടന്? എന്നാലേ എനിക്കറിയാം. അവൾ ഇവിടെ വന്നിരുന്നു. ആര് വന്നു? ആരാച്ചാരും. ഭാഗ്യത്തിന് അന്നേരം ഇവിടെ വേറെ ആരും ഇല്ലായിരുന്നു. ഒരു ഹാപ്പി ന്യൂസ് ഉണ്ട് സ്റ്റെല്ലയ്ക്ക് നിങ്ങളെ അറിയിക്കാൻ. അവള് പ്രഗ്നന്റാ പോലും. എന്തിനാ ഞെട്ടിയത്? അപ്പൊ നിങ്ങൾക്ക് സ്റ്റെല്ലയെ അറിയാം. പറഞ്ഞത് സത്യമാണോന്നറിയില്ല, പക്ഷേ നിങ്ങൾക്കറിയായിരിക്കുമല്ലോ. ആണോ? അവള് ഗർഭിണിയാണോന്ന്? ഞാൻ എങ്ങനെ അറിയും കാർത്തികേ? എങ്ങനെ അറിയുന്നു ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. നിന്ന നിൽപ്പിൽ ഗൾഫിലേക്ക് ചാടിയതിന് ഇങ്ങനെ ഒരു കാരണം ഉണ്ടായിരുന്നു അല്ലേ? എന്തൊക്കെ എന്റെ പൊന്ന് കാർത്തികേ, സത്യമായിട്ട് ഞാൻ മിണ്ടരുത്. സത്യമായിട്ട് നിങ്ങളുടെ ഗർഭം ഇങ്ങനെ അല്ലെന്ന് പറയാനല്ലേ? കുന്നത്തൂരെ പഠിക്കൽ അവള് പന്തൽ കെട്ടി ഗർഭസത്യാഗ്രഹം ഇരിക്കുമെന്ന്. എങ്കിലിവിടെ വല്ലതും നടക്കും. വെച്ചേക്കില്ല ഞാൻ അവളെ. അല്ലെങ്കിൽ നിങ്ങളായിട്ട് വല്ല പരിഹാരം കാണണം. ഇത് കുട്ടിക്കളിയല്ല എരിയേട്ടാ. എത്രയും പെട്ടെന്ന് പ്രശ്നം സോൾവ് ചെയ്തില്ലെങ്കിൽ കുഴപ്പമാവും. എന്താ ഒന്നും പറയാത്തത്? ഓരോന്ന് ഒപ്പിച്ച് വെച്ചിട്ട് മിണ്ടാ നിന്നാ മതിയോ? ഹലോ ഹലോ എരിയേട്ടാ. ഓ, കട്ട് ചെയ്തു. അങ്ങനെ മിടുക്കനാവണ്ട. Sorry, the mobile you are calling is currently switched off. ഇനിയും വിളിക്കുമല്ലോ, അപ്പൊ കാണാം. ഇനി വിളിക്കാതിരിക്കൂ. ഒരു ലക്ഷം ഒപ്പിക്കാൻ പറ്റിയില്ല മാഡം. 75,000 ഉണ്ട്. എല്ലാം പഴയ 1000 രൂപയുടെ നോട്ടല്ലേ? അതെ, പിൻവലിച്ച കറൻസി 75 എണ്ണം. വളരെ ബുദ്ധിമുട്ടി സംഘടിപ്പിക്കാൻ. കയ്യിലുണ്ടെങ്കിലും ആരും തരില്ല. പുറത്തെറിഞ്ഞാ പ്രശ്നമല്ലേ? മാഡം ഒരാവശ്യം പറഞ്ഞാ എനിക്ക് നോ പറയാൻ പറ്റില്ലല്ലോ. അതെനിക്കറിയാം. അതല്ലേ മഹേഷിനെ തന്നെ ഈ കാര്യം ഏൽപ്പിച്ചത്. വിശ്വസിച്ചൊരു കാര്യം ഏൽപ്പിക്കാൻ അല്ലെങ്കിലും എനിക്ക് മറ്റാരാ ഉള്ളത്? മാഡം ഈ പഴയ നോട്ടുകൾ എന്ത് ചെയ്യാനാ ഉദ്ദേശിക്കുന്നത്? നന്ദനയുടെ ബാഗിലോ മറ്റോ അവൾ അറിയാതെ വെക്കും. എന്നിട്ട് രഹസ്യമായി പോലീസിൽ അറിയിക്കും. നിരോധിച്ച 1000 രൂപ നോട്ടുകള്, അതും 1ഉം 2ഉം ഒന്നും അല്ലല്ലോ, 75,000 രൂപ കയ്യിൽ സൂക്ഷിച്ചതിന് നന്ദനെ അറസ്റ്റിലാവും. ബാക്കി നിയമത്തിന്റെ വഴിയെ നടന്നോളും. എന്നാലും നന്ദന മാഡത്തിന്റെ അവളുടെ കാര്യം പറയുമ്പോ എന്തിനാ എപ്പോഴും മാഡം? നന്ദനെന്ന് പറഞ്ഞാ മതി. മാഡം ഒന്ന് വിളിച്ച് ശീലിച്ചു പോയതാ, അതാ. എന്നോട് സംസാരിക്കുമ്പോ ആ ശീലം വേണ്ട. ആ, മഹേഷ് പറയാൻ വന്നത് എന്താ? നന്ദനയുടെ ബാഗില് ഇത്രയും പണം ഒരുമിച്ച് വെച്ചാ അതിനൊരു യുക്തിയില്ല. അസാധുവാക്കിയ നോട്ടുകൾ അങ്ങനെ ആരും ബാഗിൽ സൂക്ഷിക്കുകയില്ല. ആ, അത് ശരിയാ. ചിലപ്പോ നന്ദനെ കാണാനും മതി. എങ്കിൽ മേശയ്ക്കുള്ളിലോ ഷെൽഫിലോ ഒളിപ്പിക്കാം. മാഡം വിചാരിക്കുന്ന പോലല്ല, ഗുരുതരായ കുറ്റാണിത്. പിടികൂടിയാൽ രക്ഷപ്പെട്ടു പോകാൻ എളുപ്പമല്ല. അതാണ് വേണ്ടത്. അവൾ അനുഭവിക്കണം. പോലീസ് മാഡത്തിനോട് വല്ലതും ചോദിച്ചാ എന്റെ പേര് പറഞ്ഞേക്കല്ലേ? മഹേഷിനെ ഞാൻ ഒറ്റ കൊടുക്കോ? അങ്ങനെ കരുതിയിരിക്കുന്നേ? എനിക്കറിയാം, എങ്കിലും പറഞ്ഞതേ ഉള്ളൂ. ശരി മഹേഷേ. മാഡം, എന്നെ ദുബായി കൊണ്ടുപോകുന്ന കാര്യം യതീന്ദ്രൻ സാറിനോട് പറഞ്ഞോ? പ്രത്യേകിച്ച് പറയുന്നത് എന്തിനാ? തീരുമാനിച്ച കാര്യമല്ലേ അത്. ഒരു എക്സിക്യൂട്ടീവ് പോസ്റ്റ് എപ്പോ റെഡിയാവുന്നോ അപ്പൊ കോള് വരും ഇങ്ങോട്ട്. അപ്പൊ പോയാ മതി. മഹേഷ് റെഡിയായിരുന്നോ?
ഫ്ലൈറ്റ് ചാർജ് കരുതിക്കോണേ. അത് ഞാൻ കരുതിയിട്ടുണ്ട്. ആ, മറ്റൊരു വിവരം ഞാൻ മഹേഷിനോട് ചോദിക്കണമെന്ന് വിചാരിക്കായിരുന്നു. എന്താ മാഡം? എതിയേട്ടന്റെ കൂട്ടുകാരെയൊക്കെ മഹേഷിന് പരിചയമുണ്ടോ? സാറിനങ്ങനെ അധികം കൂട്ടുകാരില്ല. ഹൈ റേഞ്ചിലെ ജെയ്സൺ ചേട്ടനുമായിട്ട് നല്ല ഫ്രണ്ട്ഷിപ്പാ. പിന്നൊരു ജയപ്രകാശ്, വിനേന്ദ്രൻ സാറ്, അത്രയൊക്കെ ഉള്ളൂ അടുത്ത കൂട്ടുകാര്. ഒരു സ്റ്റെല്ലയെ മഹേഷിന് അറിയോ? സ്റ്റെല്ല, ആ അറിയാലോ. ആരെ? നമ്മുടെ ടൂറിസ്റ്റ് ഹോമിലെ റിസപ്ഷനിസ്റ്റ് ഒരു സ്റ്റെല്ല ഉണ്ടായിരുന്നല്ലോ. അത് വെളുത്തിട്ട് ഹൈറ്റ് കുറഞ്ഞൊരു പെൺകുട്ടിയല്ലേ? അതല്ല, ഇത് വേറൊരു സ്റ്റെല്ലയാ. അറിയില്ല. എന്തിനാ മാഡം? അത് കാര്യമുണ്ട്. വരട്ടെ, ഞാൻ പറയാം. ചിലപ്പോ മഹേഷിന് ഒരു സഹായം കൂടി എനിക്ക് വേണ്ടി വരും. ആ, പറഞ്ഞാ മതി. പറയാം. മഹേഷ് പോയിക്കോ. ഈ പണം കൈകാര്യം ചെയ്യുന്നത് സൂക്ഷിച്ചു വേണേ മാഡം. പാളിപ്പോയാൽ പെട്ടുപോകുന്നത് മാഡം ആയിരിക്കും. അറിയാം. ഞാൻ അങ്ങനെ പെട്ടുപോവില്ല മഹേഷേ. ചെയ്തു തീർക്കാൻ പല കാര്യങ്ങളുണ്ട്. ശരി.